ഹലോ ഹായ് വ്യൂസ്, ഞാൻ ഡോക്ടർ പൂജ സിന്ദ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോൺസിലൈറ്റിസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ടോൺസിലൈറ്റിസിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അതിൻ്റെ ഹോം റെമഡീസ് എന്തൊക്കെയാണ്, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് ആയുർവേദത്തിൽ അവൈലബിൾ ആയിട്ടുള്ള എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം തന്നെ നമുക്ക് ടോൺസിലൈറ്റിസ് എന്തൊക്കെയാണ് കാരണങ്ങളെന്ന് നോക്കാം. ടോൺസിലൈറ്റിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ തൊണ്ടയുടെ പിറകുവശത്തുള്ള രണ്ട് ബോൾ ഷേപ്ഡ് ആയിട്ടുള്ള ലസിക ഗ്രന്ഥികളുടെ വീക്കത്തിനെയാണ് നമ്മൾ ടോൺസിലൈറ്റിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് വൈറൽ ഇൻഫെക്ഷൻ ആവാം, അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവാം. ഇനി ഇത് നമുക്ക് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആൾക്കാരിലാണ് കൂടുതലായിട്ട് ഇത് ടോൺസിലൈറ്റിസിൻ്റെ സിംറ്റംസ് കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് ടോൺസിലൈറ്റിസ് വരുമ്പോൾ ചെറിയ പനി, ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ തുമ്മൽ, മൂക്കടപ്പ്, ചുമ, ഇതെല്ലാം വരാനും സാധ്യതയുണ്ട്. ഇനി ടോൺസിലൈറ്റിസിൻ്റെ നമുക്ക് ഹോം റെമഡീസ് നമ്മൾ സ്വീകരിക്കുന്നതാണെങ്കിൽ ഇത് കൂടുതലായിട്ട് വർദ്ധിക്കാതിരിക്കാനായിട്ട് സഹായിക്കുന്നതായിരിക്കും. പക്ഷേ നമ്മൾ ഒരു 3-4 ദിവസമെങ്കിലും ഇതിൻ്റെ ലക്ഷണങ്ങൾ ഇത് കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ, 3-4 ദിവസങ്ങൾക്ക് ശേഷവും ഇതിൻ്റെ ലക്ഷണങ്ങൾ കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മളൊരു ഡോക്ടറിനെ തന്നെ കൺസൾട്ട് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഹോസ്പിറ്റലിൽ പോയി കൺസൾട്ട് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഹൈ ഫീവർ, 100 ഫാരൻഹീറ്റിലൊക്കെ മുകളിലായിട്ടുള്ള ഫീവർ ഉള്ള കണ്ടീഷൻസ്, പനിയുള്ള കണ്ടീഷൻസിലും, അതുപോലെ തന്നെ ബ്രീതിങ് ഡിഫിക്കൽട്ടീസ്, അതായത് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ ഭക്ഷണം സ്വാളോ ചെയ്യാൻ അല്ലെങ്കിൽ വിഴുങ്ങാനായിട്ടുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ ഉള്ള ആൾക്കാരിലും, അതുപോലെ തന്നെ സ്റ്റിഫായിട്ടുള്ള നെക്ക്, അതായത് കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റാത്തൊരവസ്ഥ, കഴുത്ത് വേദന, ഇതൊക്കെ ഉള്ള ആൾക്കാരിൽ നമ്മൾ ടോൺസിലൈറ്റിസ് കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലാതെ നമ്മൾ വൈറൽ ഇൻഫെക്ഷൻസ്, ചെറിയ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള വൈറൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 3-4 ദിവസം കൊണ്ട് തന്നെ ഇത് സ്വന്തമായിട്ട് പോകുന്നതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഹോം റെമഡീസ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് മാറുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. ഇഞ്ചി ഇട്ട് തിളപ്പിച്ച വെള്ളം നമ്മൾ കുടിക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് ചെറു ചൂടോടുകൂടി തന്നെ കുടിക്കുന്നത് വളരെ ഫലപ്രദമാണ്. ഇഞ്ചി ഒരു ഇഞ്ച് നീളമുള്ള ഒരു ഇഞ്ചി എടുത്തതിന് ശേഷം, ഇഞ്ചി കഷ്ണം എടുത്തതിന് ശേഷം വെള്ളത്തിലിട്ട് നമ്മൾ നന്നായിട്ട് ചൂടാക്കി അത് തിളപ്പിച്ച് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് സിപ്പായിട്ട് കുടിക്കുന്നത് വളരെ ഫലപ്രദമായിരിക്കും. ഇത് തൊണ്ട ക്ലിയർ ആവാനും, അതുപോലെ തന്നെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരുന്ന പനിയൊക്കെ കുറഞ്ഞു കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇതുപോലെ ഇഞ്ചി നമ്മൾ വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കുന്നത്. അതുപോലെ തന്നെ ചുക്കുപൊടിയും, നമുക്ക് 1/2 ടീസ്പൂൺ ചുക്കുപൊടിയും ഇട്ട് തിളപ്പിച്ചായാലും നമുക്ക് വെള്ളം കുടിക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ മറ്റൊരു ഫലപ്രദമായ ഔഷധം എന്ന് പറയുന്നത് പനങ്കൽക്കണ്ടാണ്. പനങ്കൽക്കണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വായിലിട്ട് അലിയിച്ച് കഴിക്കുന്നത് തൊണ്ടയ്ക്ക് ആശ്വാസം കിട്ടാനും, അതുപോലെ തന്നെ തൊണ്ടവേദന മാറിക്കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് പനങ്കൽക്കണ്ടിൻ്റെ ഉപയോഗം. ഇതുപോലെ തന്നെ നമുക്ക് മൂക്കടപ്പൊക്കെ വരുന്ന കണ്ടീഷൻസിൽ നമുക്ക് ഫലപ്രദമായിട്ട് ആവി പിടിക്കാവുന്നതാണ്. ഇതിൽ നമുക്ക് അല്പം പനിക്കൂർക്കയുടെ ഇലയും കൂടി ഇട്ട് ആവി പിടിക്കുന്നത് നല്ലതായിരിക്കും. നേസൽ കൺജഷൻ അല്ലെങ്കിൽ മൂക്കടപ്പ് മാറിക്കിട്ടാനും, അത് മറ്റ് കോംപ്ലിക്കേഷൻസ് ഒന്നും വരാതിരിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇതുപോലെ പനിക്കൂർക്കയിട്ട് നമ്മൾ ആവി പിടിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫലപ്രദമായിട്ടുള്ള മറ്റൊരു ഔഷധം എന്ന് പറയുന്നത് മഞ്ഞളാണ്. മഞ്ഞൾ ഇതുപോലെ 1/2 ടീസ്പൂൺ ഉപ്പും 1 പിഞ്ച് മഞ്ഞളും കൂടി ഇട്ടതിന് ശേഷം ചൂട് വെള്ളത്തിൽ തന്നെ നമുക്ക് ഗാർഗിൾ ചെയ്യാവുന്നതാണ്. ഇത് വായിൽ കൊണ്ട് ഗാർഗിൾ ചെയ്യുന്നത് നമുക്ക് വളരെ ഫലപ്രദമാണ്. ഇതുപോലെ തൊണ്ടയിൽ ഇൻഫെക്ഷൻ മാറിക്കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ് ഇതുപോലെ മഞ്ഞപ്പൊടിയുടെ ഉപയോഗം. ഈ മഞ്ഞപ്പൊടി ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയതുകൊണ്ട് തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ മാറിക്കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. ഇതുപോലെ തന്നെ തേനിൻ്റെ ഉപയോഗവും വളരെ ഫലപ്രദമായി കണ്ടുവരുന്നുണ്ട്. തേൻ ഇതുപോലൊക്കെ 10-15 മിനിറ്റ് വായിൽ കൊണ്ട് നിർത്തിയതിന് ശേഷം തുപ്പിക്കളയുന്നത് നമുക്ക് ബാക്ടീരിയ ഇൻഫെക്ഷൻസ് ഒക്കെ മാറിക്കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ തൊണ്ടവേദനയിൽ നിന്ന് ആശ്വാസം കിട്ടാനും ഇതുപോലെ നമുക്ക് തേനിൻ്റെ ഉപയോഗം വളരെ ഫലപ്രദമായിരിക്കും. അതുപോലെ തന്നെ നമുക്കിനി ആയുർവേദത്തിൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണെന്നതിനെക്കുറിച്ച് നോക്കാം. ഇതിൽ ആദ്യം തന്നെ രാസനാദി ചൂർണത്തിൻ്റെ ഉപയോഗം നമ്മൾ പറയുന്നുണ്ട്. രാസനാദി ചൂർണം ചെറുനാരങ്ങ നീരിൽ ചേർത്ത് ഒരു ലേപനമായിട്ട് കഴുത്തിൻ്റെ പുറമേ പുരട്ടുന്നത് വളരെ ഫലപ്രദമായി പറയുന്നുണ്ട്. അത് നമ്മുടെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും, അതുപോലെ തന്നെ നീർക്കെട്ട് മാറിക്കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇതുപോലെ രാസനാദി ചൂർണത്തിൻ്റെ ഉപയോഗം. അതുപോലെ തന്നെ ഉള്ളി കഴിക്കാവുന്ന മരുന്നുകൾ പറയുന്നുണ്ട്. അതിൽ താലിസ് പത്രാദി ചൂർണം, അതുപോലെ തന്നെ സിതോപലാദി ചൂർണം, ഇതെല്ലാം കൽക്കണ്ടമൊക്കെ ചേർന്ന് ഉണ്ടാക്കുന്ന, അതുപോലെ തന്നെ ത്രികടു അല്ലെങ്കിൽ ചുക്ക്, തിപ്പലി, ഇതുപോലെ തന്നെ കുരുമുളക്, ഇതൊക്കെ ചേർന്നുണ്ടാക്കുന്ന ഔഷധങ്ങളാണ്, ചേർന്നുണ്ടാക്കുന്ന മരുന്നുകളാണ് ഇത്. താലിസ് പത്രാദി ചൂർണ്ണമായാലും സിതോപലാദി ചൂർണ്ണമായാലും ഇതെല്ലാം ഉള്ളിൽ കഴിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ചെറിയ അളവിൽ വായിലിട്ട് അലിയിച്ച് കഴിക്കുന്നത് വളരെ ഫലപ്രദമായി പറയുന്നുണ്ട്. ഇതുപോലുള്ള
ട്രീറ്റ്മെൻറ്റ്സ് അതുപോലെ തന്നെ കഷായം പ്രിപ്പറേഷൻസും പറയുന്നുണ്ട്. ഇതിൽ ദശമൂല കടുത്രയം കഷായം വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ ലേഹ്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ നമ്മുടെ വില്വാദി ലേഹ്യം വളരെ ഫലപ്രദമായി പറയുന്നുണ്ട്. അതുപോലത്തുള്ള ഔഷധങ്ങൾ നമ്മൾ അതുപോലെ തന്നെ ത്രിഫല ചൂർണ്ണത്തിൻ്റെ ഉപയോഗം വളരെ ഫലപ്രദമാണ്. ത്രിഫല ചൂർണ്ണം ഇതുപോലെ തന്നെ ചെറു ചൂടുവെള്ളത്തിൽ അര ടീസ്പൂൺ ഇട്ടതിന് ശേഷം വായിൽ കൊണ്ട് നിർത്തുന്നത് ഇതുപോലെ ടോൺസിലൈറ്റിസ് പോലെയുള്ള ഇഷ്യൂസിന് വളരെ ഫലപ്രദമായി പറയുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.